പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് പകലിനകത്ത് വെളിപ്പെടുവരക. ഒരാത്മനിറവിനകത്ത് വെളിപ്പെടുക. ഇന്ന് പകലിനകത്ത് ആത്മാവിന്റെ ഒരു നിറവിനകത്ത് വെളിപ്പെടുക. ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ഒരു ആത്മനിറവ് വെളിപ്പെടട്ടെ. Oh,
ഷാധാരകസ്ത്യാനഗന റിയൽ പ്രൗഢരഗജന ശാന്തനെ. ഇന്ന് പകൽ എത്ര പേര് ആ കർത്താവിന്റെ കരങ്ങളിലേക്കൊന്ന് നിങ്ങളെ ഏൽപ്പിക്കാൻ തുടങ്ങുന്നുണ്ട്? പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ മനസ്സോടെ. ഒത്തിരി പേരൊന്നും ഇതിനകത്തില്ല, ഒത്തിരി പേരൊന്നും ഇവിടെ ഇല്ല, ചുരുക്കം ചിലർ. പക്ഷെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആ ഹൃദയം കൊണ്ട് ഇന്ന് പകൽ, ആ ഹൃദയം കൊടുത്ത് ഇന്ന് പകൽ എത്ര പേര് ആ കർത്താവിനെ സ്തോത്രം ചെയ്യാൻ തുടങ്ങുന്നു? ആത്മാവിലൊരു ദൂത് ഞാൻ നിങ്ങളുടെ മേൽ കൈമാറാം. നീ ഒരു അത്ഭുതമായി മാറാൻ പോവാ. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കും നിങ്ങളൊരു അത്ഭുതമായി മാറാൻ പോവാ? നീ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നതിനാ. നിന്റെ തലമുറ ഒരു അത്ഭുതമായി മാറാൻ പോകുന്നതിനാ. നിന്റെ ഭവനം ഒരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. നിന്റെ കുടുംബം ഒരു അത്ഭുതമായി മാറാൻ പോകുകയാണ്. പലരും നിന്നെ നോക്കി പരാജയമെന്ന് പറഞ്ഞു വയ്ക്കുക. പലരും നിന്റെ തലമുറകൾ നോക്കി പരാജയമെന്ന് പറഞ്ഞു വയ്ക്കുക. ഇന്ന് പകൽ ദൈവാത്മാവ് പറയാൻ പറയുന്നു, പരാജയമെന്ന് പറഞ്ഞവരും നാമം കൊണ്ട് തന്നെ നീ ഒരു ചെയ്യാളിയായി എന്ന് പറയുന്നത്. നീ ക്രിസ്തുവിൽ ഒരു ചെയ്യാളിയായി മാറാൻ പോകുകയോ? എന്റെ കർത്താവ് ചെയ്യാളിയാണെങ്കിൽ നീയും ചെയ്യാളിയാണ്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം, അങ്ങനെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, കടന്നു വന്ന ദൈവജനത്തിനായി സ്തോത്രം. ഇന്ന് പകൽ കർത്താവെ, ഞങ്ങളെ ഈ ഓൺലൈൻ വഴി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ആ ദൈവത്തിനെ കരച്ചറിയണം, ആ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറണം, ഒരു അത്ഭുതമാക്കിയത് കർത്താവെന്ന് മാറ്റം. യേശുവിൻ നാമത്തിന്റെ കർത്താവേ, ആമേൻ. ഹല്ലേലൂയ. കരം ഉയർത്തി നന്നായിട്ട് ശബ്ദം ഉയർത്തി, ശബ്ദം ഇതിനകത്ത് ഉയരട്ടെ. ഈ ഭാഗത്തൊന്നും ഈ ശബ്ദം കേൾക്കും, നല്ല ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന വേഗത്തിൽ ഒരു വാക്യം വായിച്ച് നമുക്ക് ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് നമുക്ക് കടക്കാം. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം. 23-ാം സങ്കീർത്തനം 5-ാം വാക്യം വേഗത്തിൽ ഒരാൾ വായിച്ചു. എന്റെ ശത്രുക്കൾ കാണുകേ, എന്റെ ശത്രുക്കൾ കാണുകേ, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണ്. പക്ഷേ അതിനകത്തെ 5-ാമത്തെ വാക്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വളരെ മാറ്റം വരുത്തുന്ന വാക്യമാണ്. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യം നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് നൽകുന്നതാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, എന്റെ ശത്രുക്കൾ കാണുകയും നീ എനിക്ക് എന്ത് ചെയ്യുന്നു? വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ആമേൻ പറഞ്ഞേ. എത്ര പേർ ആ വാക്യം വായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു? ആമേൻ പറഞ്ഞേ. അത് ഞാൻ ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ ശത്രുക്കൾ കാണുകയും എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ഇന്ന് പകൽ അഭിഷേകം എവിടെയുണ്ടോ അവിടെ ഒരു പാനപാത്രമുണ്ട്. അഭിഷേകം എവിടെയുണ്ടോ അവിടെ ഒരു വിരുന്നുണ്ട്. വിശ്വസിക്കാൻ എത്രയിനകത്തൊരുങ്ങുന്നുണ്ട്? നിങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവര് ആ കരം ഉയർത്തി ആമേൻ പറഞ്ഞേ. ആ കരം ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്ത് നിങ്ങളുടെ മേലൊരു അഭിഷേകം കിടപ്പുണ്ട്. നന്നായിട്ട് ആമേൻ പറഞ്ഞേ. ഞാൻ വിശ്വസിക്കുന്ന എന്റെ മേലൊരു അഭിഷേകമുണ്ട്. ഹലോ, ഇന്ന് പകൽ എന്റെ മേലൊരു അഭിഷേകമുള്ളതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ഇവിടെ നിന്ന് ആ കർത്താവിനെ സ്തുതിക്കുന്നു. എത്ര പേരുന്ന പകൽ എന്റെ കൂടെ ഉണ്ട്? എത്ര പേരുന്ന പകൽ എന്റെ കൂടെ? നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ടോ? നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപയുണ്ടോ? ആത്മാവിൽ പറയാം, നിനക്കൊരു വിരുന്നൊരുക്കി വെച്ചിട്ടുണ്ട്. ഹലോ, ഹലോ,
ഇന്ന് പകൽ ആത്മാവിൽ ദൂത് കൈമാറാം. ഹല്ലേലൂയ. നിന്റെ തലമേൽ ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ പരാജയമില്ല. അഭിഷേകം എന്റെ തലമേൽ അവൻ പകർന്നു. ഹല്ലേലൂയ. എണ്ണ കൊണ്ട് അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അങ്ങനെ കർത്താവിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നോക്കിയേ, ദാവീദ് പറയുക 23-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദിന് വിളിച്ചു പറയാൻ ഒന്നുണ്ട്. ഹല്ലേലൂയ. അവൻ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അന്നേരം ആമേൻ പറഞ്ഞേ. ദാവീദേ, ഹല്ലേലൂയ, ഈ അഭിഷേകം എങ്ങനെയാ നിന്റെ മേൽ വെളിപ്പെട്ടെ? ഹല്ലേലൂയ. ദാവീദിന് അറിയാമായിരുന്നോ? അല്ലേ ദാവീദേ, ഞാൻ നിന്നോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ദാവീദേ, നിനക്കറിയാമോ ഈ അഭിഷേകം നിന്റെ മേൽ വരുമെന്നുള്ളത്? ദാവീദിന് പറയണമെന്നുണ്ട്. എനിക്കറിയത്തില്ലായിരുന്നു. ഈശായെ ചോദിച്ചു നോക്കാം. ഈശായെ, നിന്റെ 8ാമത്തെ പുത്രനാകുന്ന ദാവീദിന്റെ മേൽ ഈ അഭിഷേകം വെളിപ്പെടുമെന്നുള്ളത് മുന്നമേ നിനക്കറിയാമായിരുന്നു. ഈശായിക്ക് പറയാനൊന്നുണ്ട്. എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ അഭിഷേകം വെളിപ്പെട്ടപ്പോഴോ ഞങ്ങൾക്കൊരു കാര്യം പിടികിട്ടിയത്, അവൻ ഞങ്ങളെ സ്നേഹിക്കുന്നു. ഹലോ, ഇന്ന് രാത്രി ഹല്ലേലൂയ, ഈ പകൽ ആത്മാവിന്റെ ദൂത് ഞാൻ കൈമാറാം. ഇന്ന് പകൽ നികത്തിരിക്കുന്ന ദൈവമക്കളെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു കൂടാരത്തിനകത്ത് വന്ന് ആരാധിക്കുമെന്നുള്ളതോ? എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ തലമുറ ഇന്ന ഒരു ലെവലിലേക്ക് കയറുമെന്നുള്ളതോ? ഇന്ന് പകൽ ഹല്ലേലൂയ, ഞാനും നിങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ട് സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാനും നിങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ട് സ്വർഗം ദൈവം നമുക്ക് മേൽ അവനോടുള്ള പദ്ധതി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ പറഞ്ഞേ. അങ്ങനെ കർത്താവിനെ സ്തോത്രം ചെയ്തേ. ദാവീദിനെക്കാട്ടിലും കഴിവുള്ളവർ ദാവീദിനെക്കാട്ടിലും ഹല്ലേലൂയ, അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവൻ ദാവീദിനെക്കാട്ടിലും ഹല്ലേലൂയ, അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർ പലര് ആ ദേശത്തുണ്ടായിട്ട് നോക്കിക്കാണ്. ദാവീദിന്റെ മേലെ അഭിഷേകം വെളിപ്പെടണമെങ്കിൽ ദാവീദേ, ഹല്ലേലൂയ, ഇന്ന് ഇന്നലെ കൊണ്ടല്ല ദൈവത്തിന്റെ പദ്ധതി. വചനം പറയുന്നതിന്റെ അമ്മയുടെ ഉദരത്തിനകത്തിന് ഉരുവാകുന്നതിന് മുമ്പേ, ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ പറയുക, ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുമെന്നും ഞാൻ ഇങ്ങനെ വന്ന് പ്രസംഗിക്കുമെന്നത് പോലും എന്റെ ചിന്തയിലോ എന്റെ ഹല്ലേലൂയ ബുദ്ധിയിലും ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ വചനം പ്രസംഗിക്കണമെന്നുള്ളത്, ഞാനൊരു പാസ്റ്ററായി മാറണമെന്നുള്ളത്, ഞാൻ അനേകരുടെ മുമ്പിൽ ദൈവവചനമായി നിൽക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനാണ്. ദൈവത്തിന്റെ പ്ലാൻ മാറത്തില്ല. ദൈവത്തിന്റെ പദ്ധതി മാറത്തില്ല. ഇന്ന് ആത്മാവിലെ ദൂത് കൈമാറാ. നിന്നെ കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ, നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ, നിന്റെ പ്ലാൻ മാറും, നിന്റെ പദ്ധതി മാറും. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി മാറത്തില്ല, ദൈവത്തിന്റെ പ്ലാൻ മാറത്തില്ലെന്ന്. നീ ചിന്തിക്കാത്തതൊന്ന്, ഹലോ, നീ പ്രതീക്ഷിക്കാത്തതൊന്ന് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നു. ഇന്ന് പകൽ ആത്മാവ് പറയുന്ന എത്ര പേരുണ്ട്? ആത്മാവിലാ ഞാൻ ഇന്ന് പകലിനകത്ത് നിൽക്കുന്നേ. നീ ചിന്തിക്കാത്തതൊന്ന്, ഹലോ, നിങ്ങൾ ചിന്തിക്കാത്തതൊന്ന്, നിങ്ങൾ നനയ്ക്കാത്തതൊന്ന്, നിങ്ങൾ പ്രതീക്ഷിക്കാത്തതൊന്ന് സ്വർഗം നിനക്ക് വേണ്ടി ഒന്ന് ഒരുക്കി വച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന കരം ചേർത്തടിച്ച് ദൈവത്തിന് മഹത്വപ്പെട്ട് പറഞ്ഞേ. അങ്ങനെ കർത്താവിനെ സ്തോത്രം ചെയ്ത് ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴോ ജനത്തിന് അറിയത്തില്ല ചെങ്കടലിൽ ഒരു വഴി കിടക്കുന്നത്. ആമേൻ പറഞ്ഞേ. ജനത്തിന് ഒരു പ്രതീക്ഷയില്ല. ഹലോ, ജനത്തിന് ഒരു പ്രതീക്ഷയില്ല. മുമ്പിൽ ഹല്ലേലൂയ നയിക്കുന്ന മോശയ്ക്കോ അഹരോനോ ഹല്ലേലൂയ ഒരു പ്രതീക്ഷയില്ല. ഹല്ലേലൂയ ചെങ്കടലിനകത്തൊരു വഴിയുള്ള കാര്യം നോക്കിക്കേ. ഹല്ലേലൂയ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറി തിരിയാൻ പോലും ഓടി പോകുവാൻ പോലും പറ്റാതെ വേണം. ജനം അവിടെ നിന്ന് വളയുമ്പോൾ വചനം പറയുന്നു, ദൈവത്തിന് നേരെ ജനം തിരിയുമ്പോ മോശയുടെ ദൈവം പറയുക, നിന്റെ കയ്യിലിരിക്കുന്ന വഴി ചെങ്കടലിലേക്ക് നീട്ട്. ചെങ്കടലിൽ ഞാനൊരു വഴി തുറക്കാൻ പോയാ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നതിനകത്തുണ്ട്. അന്നേരം മോശ മനസ്സിലാക്കുന്നത്, അന്നേരം ജനത്തിനൊരു കാര്യം പിടികിട്ടിയത്, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല. ഇന്ന് പല നിന്റെ മുമ്പിൽ എത്ര വലിയ തടസ്സം വന്നാലും ശരി, നിന്റെ മുമ്പിൽ എത്ര വലിയ
ഇന്ന് പകരം നിന്നെ മുന്നോട്ട് കൊണ്ട് പോകാമെന്ന വാഗ്ദത്തം നിന്റെ മേലുണ്ടോ? നിന്റെ മേലെ അഭിഷേകമുണ്ടോ? അങ്ങനെ ഇന്ന് പകരം ചില ചങ്കടം രണ്ടായി മാറാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും മകൾ വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ടി ദൈവം ചില വാതിലുകളെ തുറക്കാൻ പോവുക. ചിലർക്ക് വിശ്വാസമുള്ളൂ. ഇത് മകൾ ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം തുറക്കാൻ പോകുക. നീ പ്രതീക്ഷിച്ച വാതിൽ, നിങ്ങൾ ചിന്തിച്ച വാതിൽ അടഞ്ഞു വയ്ക്കുക. ഇന്ന് മകൻ നീ ചിന്തിക്കാത്തതോ, നീ നോക്കാത്തതോ, നീ മുട്ടാത്തതുമായ ഒരു വാതിൽ നടക്കണേ. ഓ ഭാഷ ഹസ്തുന അരകന ചലേ അന്തചാരക അരകന ഈഗൽ പ്രൗഢകരകത്തെ നിനക്ക് വേണ്ടി ഒരു വാതിൽ ദൈവം ഓപ്പൺ ചെയ്യുകയാണ്. ഇന്ന് പകരം നിന്റെ മേൽ അഭിഷേകമുണ്ടോ? നിന്റെ മേൽ ദൈവത്തിന്റെ കൃപയുണ്ടോ? നിന്റെ മേൽ ആത്മാവിന്റെ ശക്തിയുണ്ടോ? ഇന്ന് പകരം നിനക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ ഓപ്പൺ ചെയ്യുക. അന്തനം ജനകം വൈഡക രഗണീയ സ്ഥാനകം വൈഡക താരകേ അസ്ഥാന രഗനേ രഗത. ഇന്ന് പകൽ ദൈവാത്മാവ് ചിലരെ നോക്കി നമുക്ക് ദൂത് കൈമാറാൻ പറയുന്നു. ഇന്ന് പകൽ എന്നെ എത്ര പേര് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? ഇന്ന് പകലിനകത്തിരിക്കുന്ന ചില പിതാക്കന്മാരെ നോക്കി, ഇന്ന് പകലിനകത്തിരിക്കുന്ന ചില മാതാക്കന്മാരെ നോക്കി പരിശുദ്ധന്മാർ ഒരു ദൂത് കൈമാറാൻ പറയുന്നു. നീ അറിയാത്തൊരു ദൈവപ്രവർത്തനത്തിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുക. നീ ഇതുവരെ കാണാത്തതോന്ന്, ഇതുവരെ നീ ചിന്തിക്കാത്തതോന്ന് ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവുക. ഈ ജൂൺ മാസം 20-ാം തീയതി പരിശുദ്ധന്മാർ പറയാൻ പറയുന്നു, ഇന്നത്തെ നിന്റെ ജീവിതത്തിനകത്തുള്ള നിന്റെ ചരിത്രത്തെ മാറ്റാൻ വരികയാണ്. ഇന്നലെ വരെ കാണാത്തതോന്ന്, ഇന്നലെ വരെ ചിന്തിക്കാത്തതോന്ന്, ഇന്നലെ വരെ നിലക്കാത്തതോന്ന് ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ പോവുകയാണ്. കർത്താവിന്റെ സ്തോത്രം ചെയ്യാൻ എത്ര പേരിനകത്തുണ്ട്? കർത്താവിന്റെ മഹത്വപ്പെടുത്താൻ ഇന്ന് പകൽ എത്ര പേരിനകത്തുണ്ട്? നിനക്ക് വേണ്ടി ദൈവം ചില വാതിലുകൾ ഓപ്പൺ ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. ദാവീദേ, നീ പ്രതീക്ഷിക്കാത്തതൊന്നും നിന്റെ തലമേൽ വന്നുവെങ്കിൽ, ഹലോ ദാവീദേ, നീ ചിന്തിക്കാത്തൊരു അധികാരം നിന്റെ പേര് വന്നുവെങ്കിൽ, ഇന്ന് പറഞ്ഞ സാധാരണ മനുഷ്യനല്ല, നിന്നിൽ ഒരു അസാധാരണമായ മഹത്വം കിടപ്പുണ്ട്, നിന്നിൽ അസാധാരണമായ ഒരു ദൈവിക തേജസ് കിടപ്പുണ്ട്. അത് ഇന്ന് പല പുറത്തു വരാൻ പോകുക. ഇന്ന് പല ദൈവിക അധികാരം നിന്റെ പേര് പുറത്ത് കളിക്കുന്നത്. അങ്ങനെ കർത്താവിനെ സ്തോത്രം ചെയ്തേ. നീ പ്രതീക്ഷിക്കാത്തത്. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞേ. നമുക്ക് ഒത്തിരി പ്രതീക്ഷകളാണ്. ഇന്ന വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ചിലത് നടക്കും. ഹലോ, ഇന്നടത്ത് പോയി കഴിഞ്ഞാൽ ചിലത് നടക്കും. ഇന്ന വാതിൽ മുട്ടിയ തുറക്കും. നമ്മളെ പ്രതീക്ഷകളാണ്. പക്ഷേ നീ ചോദിച്ചിട്ടൊന്നും കിട്ടിയില്ല. നീ മുട്ടിയിട്ട് ആ വാതിൽ നമുക്ക് വേണ്ടി തുറന്നില്ല. നീ പോയിട്ടും ഹല്ലേലൂയ നിനക്ക് ചിലത് നേടാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് രാത്രി പകല് ആത്മാവിൽ നിന്നൊരു ദൂത് കൈമാറാൻ നീ പ്രതീക്ഷിക്കാത്തത്, നീ മുട്ടാത്തതുമായ ഒരു വാതിൽ നിനക്ക് വേണ്ടി. ഓ അത് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ, ഇന്ന് പകൽ ഞാൻ ആ ദൂത് ഏറ്റെടുക്കുക. കാരണം എനിക്കറിയാം ഹല്ലേലൂയ, ഞാൻ ചിന്തിക്കാത്തതോന്ന്, ഞാൻ നിനക്കാത്തതോന്ന് സ്വർഗ്ഗം എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. പത്രോസ് പറയുന്നു, അവൻ തക്ക സമയത്ത് അവൻ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പോകുകയോ. പത്രോസ് പറയുന്നു, അത് തക്ക സമയത്ത് നിനക്കത് വെളിപ്പെടാൻ പോകുകയോ. അതുവരെ നീ ഒന്ന് വെയിറ്റ്, അതുവരെ നീ ഒന്ന് കൈക്കിൽ ഏൽപ്പിക്കാം. നിനക്ക് വേണ്ടി ഒരുക്കുന്ന വാതിൽ, നിനക്ക് വേണ്ടി ഒരുക്കുന്ന നന്മ അത് ഭാവിക്കാൻ പോകും. ഹല്ലേലൂയ. അന്നേരം കർത്താവിനെ സ്തോത്രം ചെയ്തേ. അന്നേരം കർത്താവിനെ സ്തോത്രം ചെയ്തേ. കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, എനിക്ക് ഇന്ന ആവശ്യങ്ങൾ. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടക്കുമ്പോൾ ഞാൻ ആ ആവശ്യങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നതാണ് കാണുന്നത്. ഹലോ, നന്നായി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കാരണം ഞാൻ ദൈവത്തോട് പറയാം, കർത്താവ് എനിക്ക് വാങ്ങി ഏത് വഴി എനിക്ക് അത് കിട്ടത്തെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്കത് ആവശ്യമാണ്. ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. എനിക്ക് ആ നന്മ ആവശ്യമാണ്, എനിക്ക് ആ വാഹനം ആവശ്യമാണ്. അല്ലെങ്കിൽ ഞാൻ ദൈവത്തോട് പറയാം, പക്ഷേ എന്റെ കയ്യിൽ നോക്കിയാൽ, എന്റെ സാഹചര്യം നോക്കിയാൽ അസാധ്യമാണ്. പക്ഷെ എന്നോട് ദൈവം പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവിടെ അസാധ്യത്തെ സാധ്യമാക്കുന്നവനാണ് ഞാൻ. ആമേൻ പറയുന്ന മകള് എങ്ങനെ വരുക, എങ്ങനെ നടക്കുന്നു, എങ്ങനെ ചെലവഴിക്കുന്നല്ല. ഇന്ന് പകൽ വാതിൽ തുറക്കാൻ ഒരുവനുണ്ടെങ്കിൽ, ഹലോ, വാതിൽ തുറന്നു തരാൻ ഒരുവൻ എന്റെ കൂടെ
അതിനകത്തോടെ പ്രവേശിക്കുമെന്നത് ദൈവത്തിന് വാഗ്ദത്തമാണെങ്കിൽ ഈ ചില നന്മ പ്രാപിക്കാൻ കഴിയ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നമ്മൾ പാടാനില്ല, അർഹിക്കാത്ത നന്മകൾ തന്ന് ചോദിച്ചിട്ടാണോ? ഹലോ, ചോദിക്കാത്തത് പോലും കരുതുന്നവര് ചോദിച്ചത് പലതും കിട്ടാതിരിക്കുമ്പോ ചോദിക്കാത്ത ചില ദൈവം തന്നെ. ഓ ആമേൻ പറയുന്നത് അങ്ങനെ കർത്താവ് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 2.5 മാസം ഹല്ലേലൂയ വീടുകളിൽ നമ്മൾ ദൈവത്തെ ആരാധിച്ചോല്ലേ? എത്ര പേര് ആരാധിച്ചെന്ന് എനിക്കറിയാം. പക്ഷേ ഹല്ലേലൂയ ഇന്നും പലർക്കും ആരാധിക്കാൻ കഴിയാതെ, ഇന്നും പലർക്കും ദൈവത്തെ സ്നേഹിക്കുവാൻ പറ്റാതെ, ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാതെ പലരും മാറിയിരുന്ന് വിഷമിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവം തന്ന അവസരത്തിന്, എനിക്കും നിങ്ങൾക്കും ദൈവം തന്ന ആ ഭാഗ്യത്തെ ഓർത്ത് ഇന്ന് എത്ര പേരെ കർത്താവ് സ്തോത്രം ചെയ്യാൻ വരുന്നത്? കാരണം നിന്റെ മേലെ ദൈവത്തിനൊരു പ്ലാനുണ്ട്, നിന്റെ മേലെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ കൂടാരത്തിനകത്ത് നീ വളരണമെന്നുള്ളത് മുന്നമേ ദൈവത്തിന്റെ പദ്ധതിയാ, ദൈവത്തിന്റെ പ്ലാനാണ്. അവൻ പറയുന്നവർ നന്നായി കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ആദ്യം ലീഡോ പറഞ്ഞു കൊറോണ ഒരു ഭാഗത്ത് നിൽക്കും. ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. നീ അത് കണ്ട് ഭയപ്പെടാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചേ. ഓ ഹല്ലേലൂയ. അത് ഒരു ഭാഗത്ത് നിൽക്കും, പക്ഷെ മറുഭാഗത്ത് നാം ദൈവത്തെ ആർപ്പിടാൻ തുടങ്ങും. അങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ തുടങ്ങുക. ഒരു ഭാഗത്ത് നിൽക്കുക ശരിയാ, പക്ഷെ ആർപ്പിടാൻ നീ റെഡിയാണെങ്കിൽ, ആരാധിക്കാൻ നീ റെഡിയാണെങ്കിൽ, നീ കണ്ണടച്ച് കുറച്ചു തരുന്നുണ്ടോ? എരിവോ നിന്റെ മുമ്പിൽ നിൽക്കത്തില്ലേ? ഇന്ന് രാത്രി ആത്മാവിനെ ദൂതി കൈമാറാം. ഇന്ന് പലതിന്റെ മേലും, പല കുടുംബത്തിനകത്ത്, പല തലമുറകളുടെ മേലും ചിലത് തൊടാത്തതിന്റെ കാരണം നിന്റെ ആരാധനയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ്. അങ്ങനെ പറഞ്ഞേ, നന്നായി കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആമേൻ പറയുന്ന പകല്, ഇന്ന് പകൽ കർത്താവ് നിന്റെ കൂടെയുണ്ടോ? കർത്താവ് നിന്റെ കൂടെയുണ്ടോ? നീ ഒന്നിനോർത്ത് ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ജനം, ദേശം, മറ്റുള്ളവർ നമ്മെ ഭയപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാം. ആമേൻ പറയും. പോലും ഇന്ന് സംഭവിക്കും. ഹല്ലേലൂയ. നീ തീർന്നു എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് പകൽ ആത്മാവ് അഭിഷേകമാണ് പറയും, ഞാൻ തീരത്തില്ല. ആമേൻ പറയുന്നു മകനെ, നീ അടുത്തൊരു തലത്തിലോട് കയറാൻ പോവാ. ഓ ഹല്ലേലൂയ. കയ്യിൽ ആണലി പറ്റി കിടക്കുക. ഗർഭന്മാർ പറയും തീർന്നു, ഇവ മരിച്ചു, ഇവ ചത്തു വീഴും, ഇവന്റെ ശരീരം വേർക്കും, പൊട്ടും. ആമേൻ പറയും. അയ്യോ എന്തിനു പറയാ, ഇവനൊരു പാപിയായ മനുഷ്യൻ, ഇവനൊരു കൊലപാതകൻ. അയ്യോ നീതി ദേവി ഇവനെ വെറുതെ വിടുന്നില്ല. ഹല്ലേലൂയ. ഇതെല്ലാം അപ്പോസ്തലൻ കേട്ടോണ്ടിരിക്കുക പൗലോസ്. ഹല്ലേലൂയ. ഈ വാക്ക് കേട്ടിട്ട് അങ്ങ് മാറിയിരുന്നു പോയി, താടിയിൽ കൈ കൊടുത്തിട്ട് കരഞ്ഞു എന്നല്ല വചനം പറയുന്നേ. അവനെ എതിരെ വന്ന വാക്കുകളെ അവൻ തീക്കകത്ത് കുറഞ്ഞിട്ടു. എന്നിട്ട് അവൻ അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ തുടങ്ങി. അവൻ എവിടെ പ്രവേശിക്കത്തില്ലെന്ന് പറഞ്ഞത് അതേ പട്ടണത്തിനകത്ത് പൗലോസ് ഈ കാര്യം ചവിട്ടിയെങ്കിൽ നിന്റെ മേലെ അധികാരമുണ്ട്. നിങ്ങളെ നോക്കി, നിങ്ങളുടെ തലമുറയെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി ആരാ പറഞ്ഞു മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന്? ഇന്നും പകരം അതേ വ്യക്തികളെ ഒരു കാഴ്ച കണ്ണാക്കി നിർത്തിക്കൊണ്ട് ദൈവത്തിന് അടുത്ത സ്റ്റെപ്പ്, നീ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കയറുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കൂടെ ഉണ്ട് ഇന്ന് പകരം ദൈവസഭയെ. ഹല്ലേലൂയ. ഒരു ചെറിയൊരു വാക്ക് കേൾക്കുമ്പോ ഹലോ ഒതുങ്ങരുത്, ഒതുങ്ങരുതെന്ന്, ഒതുങ്ങരുത്. അയ്യോ അവൻ ഇങ്ങനെ പറഞ്ഞു, അവൾ ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. നിനക്കെതിരെ വാക്കുകൾ കൊണ്ട് പോരാട്ടമുണ്ടെങ്കിൽ, നിനക്കെതിരെ വാക്കുകൾ കൊണ്ട് ഹല്ലേലൂയ നിനക്ക് നേരെ നിന്നയുണ്ടെങ്കിൽ ഓർത്തോ, നീ അടുത്ത തലത്തിലോട്ട് കയറാൻ പോവാ.
ഇവൻ ആട് മേയ്ക്കാനേ കൊള്ളത്തുള്ളൂ. രാജസിംഹാസനത്തിൽ കയറാൻ പറ്റത്തില്ല. അതാണ് സ്തോത്രം ചെയ്തേ. ശരിയല്ലേ അപ്പം പറഞ്ഞത്? ആകപ്പാട് അറിയാതെ ഒറ്റ തൊഴിൽ ആട് മേയ്ക്കുക, അപ്പൻ്റെ ആടുകളെ മേയ്ക്കുക. ഹല്ലേലൂയ. അതല്ലത് രാജ്യം എങ്ങനെ ഭരിക്കണമെന്നോ ഒരു യുദ്ധം എങ്ങനെ ചെയ്യണമെന്നോ അറിഞ്ഞുകൊള്ളത്തൊരു വിഷയം. ഹല്ലേലൂയ. ഇശായിയുടെ വാക്കനുസരിച്ചാണെങ്കിൽ രാജ്യം ഭരിക്കാൻ കഴിവുള്ളവർ, രാജ്യത്തെ അല്ലെങ്കിൽ എന്താ യുദ്ധ അഭ്യാസങ്ങൾ മെനയാൻ കഴിവുള്ളവർ അല്ലെങ്കിൽ ഈശോയുടെ മക്കളിൽ ഉണ്ടാക്കാം. ആമേൻ പറയും. മൂത്ത മക്കളിൽ ചിലരുണ്ട്. പക്ഷെ നോക്കിക്കോണേ, അവരെല്ലാം ചിന്തിക്കാത്തത് ഒന്ന്, അവരാരും പ്രതീക്ഷിക്കാത്തത് ഒന്ന്. ഹലോ, എല്ലാവരും നിന്ദിക്കപ്പെട്ട് കിടക്കുന്നവർ, ആട്ടിടയനെന്ന് പറഞ്ഞ്, കഴിവില്ലാത്തവരെന്ന് പറഞ്ഞ് ലോകവും ദേശവും ചാർച്ചക്കാര് മാറ്റി നിർത്തുമ്പോ അതേ ചാർച്ചക്കാരും പിതാക്കളും അവന്റെ സഹോദരങ്ങളും കാണ്ട് അവന്റെ മേൽ അഭിഷേകം. ഹലോ, അവന്റെ മേൽ അഭിഷേകം. ഈ അഭിഷേകം സാധാരണ അഭിഷേകമല്ല, രാജകീയ അഭിഷേകം. ആമേൻ പറഞ്ഞേ, ആമേൻ പറഞ്ഞേ. നന്നായി കർത്താവേ സ്തോത്രം ചെയ്തേ. ഇന്ന പകൽ ആ അതേ രാജകീയ അഭിഷേകം നമ്മുടെ മേലുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേര്? ആരോ ഉയർത്തി ആമേൻ പറയുന്നുണ്ട്. അതേ രാജകീയ അഭിഷേകം നമ്മുടെ മേലുണ്ട്. അതാ ഇച്ചിരി മുമ്പ് കർത്താവിന്റെ ദാസി പറഞ്ഞത്, പിതാവിന്റെ ആത്മാവ്, യേശുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഒന്നാണ്. അത് രാജകീയ അഭിഷേകമാണ്. ഇന്ന് പല നിന്റെ മേൽ അധികാരമുണ്ടെങ്കിൽ അത് രാജകീയ അഭിഷേകമാണ്. നിന്റെ മേൽ കൃപയുണ്ടെങ്കിൽ അത് രാജകീയ അഭിഷേകമുണ്ട്. നന്നായി കർത്താവിനെ സ്തോത്രം ചെയ്തു. നന്നായി കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. അഭിഷേകം നിന്റെ മേലുണ്ടോ? പ്രതികൂലം കൊണ്ട് ഭാരപ്പെടും. നന്നായി കർത്താവിനെ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ഈ 2 ദിവസം ഈ ശിംശോന്റെ കാര്യം ഇങ്ങനെ എന്നെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുക. ശിംശോൻ ആമേൻ പറഞ്ഞേ. നമ്മളൊരിക്കൽ ശിംശോന്റെ അപ്പനും അമ്മയും കൂടെ ഇല്ല. പക്ഷെ അവൻ മുന്തിരിത്തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ വലിയ ഒരു സിംഹം ആർക്ക് നേരെ? ശിംശോന്റെ നേരെ ചാടി വീണു. ഓ ഹല്ലേലൂയ. വലിയ അഭിഷേകമുള്ളവന്റെ പരിശുദ്ധാത്മ വെളിപ്പെട്ടു. അവന്റെ മേൽ അധികാരം വെളിപ്പെട്ടപ്പോ അടുത്ത് വചനം പറയുന്നു, അവൻ അതിനൊരു ആട്ടുംകുട്ടിയെ പോലെ എങ്ങനെയാ ചാടി വന്നേ? ഓ എങ്ങനെയാ ചാടി വന്നേ? ശക്തിയുള്ള, ഗർജിക്കുന്ന, നിന്നെ ഇപ്പൊ തീർത്ത് കളയുമെന്ന് പറയുന്ന രൂപത്തിൽ അലറിക്കൊണ്ട് ചാടി വന്ന സിംഹത്തെ അഭിഷേകമുള്ള കണ്ട് പേടിക്കുകയെന്നല്ല, അഭിഷേകമുള്ള കണ്ട് ഓടിയെന്നല്ല, അവൻ അതിനൊരു ആട്ടുകുട്ടിയെ പോലെ അവൻ അതിനെ കീറിക്കളഞ്ഞെന്ന് ഇന്ന് പറയാ. നിന്റെ മുമ്പിൽ വരുന്ന ചില പ്രതികൂലത്തെ കണ്ടോ, നിന്റെ മുമ്പിൽ വരുന്ന ചില പ്രതിസന്ധികളെ കണ്ടോ, പേടിച്ചോളാനല്ലോ, നീ അതിനെടുത്ത് ദൂരെ കളഞ്ഞിട്ടാ നീ മുന്നോട്ട് യാത്ര ചെയ്യേ. പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം ഇതാണ് അല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം ഇതല്ലേ? ചിലർ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ പ്രാർത്ഥനയില്ല, ചില വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോ വചനവായനയില്ല, നമ്മൾ മാറിയിരിക്കും. പക്ഷെ ഇന്ന് പകൽ പറയട്ടെ, നീ അതിനെ അതിജീവിക്കുന്നവനായി കാണും. സ്തോത്രം ചെയ്തേ. ഞാനിങ്ങനെ ചിന്തിക്കുന്നേ, എനിക്ക് നേരെ വരുന്ന ഓരോ നിന്ന വാക്കും എന്റെ ചവിട്ടുപടിയാണ്. ഹല്ലേലൂയ. എനിക്ക് നേരെ വരുന്ന ഓരോ പ്രതികൂലം അതിനെ തകർക്കാനല്ലാതെ എന്റെ ചവിട്ട് പറയും. കാരണം ഞാൻ അത് ചവിട്ടി അടുത്ത തലത്തിലോട്ട് കഴിയും. കർത്താവ് സ്തോത്രം ചെയ്തേ. ഈ വരുന്ന നിന്ദയും പരിഹാസവും അല്ലെങ്കിൽ ഈ വരുന്ന അല്ലെങ്കിൽ സകലത എന്റെ തലയ്ക്ക് മീതല്ല, എന്റെ കാൽക്കീഴിലാണ്. അങ്ങനെ കർത്താവ് സ്തോത്രം ചെയ്തേ. അങ്ങനെ കർത്താവ് മഹത്വപ്പെടുത്തിയാണ്. നിന്റെ മേൽ ഒരു അധികാരമുണ്ടെങ്കിൽ ഞാൻ പറയാം, നിന്റെ മേൽ പ്രശ്നം നിന്റെ തലയ്ക്ക് മേലല്ല, അധികാരമുള്ളവന്റെ മേൽ, അഭിഷേകമുള്ളവന്റെ മേലുള്ള പ്രശ്നം അവന്റെ കാൽക്കീഴിലാണ്. ആമേൻ പറഞ്ഞേ. കർത്താവിന് സ്തോത്രം ചെയ്തേ.
ഇന്ന് പകൽ ഒരു പ്രശ്നവും നിന്റെ തലയ്ക്ക് മേലെ നീ കൊണ്ടുവരരുത്. ഒരു പ്രതികൂലവും ഒരു രോഗമോ ഒരു കടബാധ്യത നിന്റെ തലയ്ക്ക് മേലെ നീ കൊണ്ടുവരരുത്. ഇന്ന് പകൽ അതിനെ നിന്റെ കാൽക്കീഴിലേക്ക് ആക്കിയിട്ട് നീ അതിനെ ചവിട്ടിക്കൊണ്ട് അടുത്ത സ്ഥാനത്തെ കയറ്. നിന്റെ ശുശ്രൂഷ നിങ്ങൾ വെളിപ്പെടുത്തോ, നിന്റെ മേലെ വായ്പ നിങ്ങൾ വെളിപ്പെടുത്തോ, നിന്റെ മേലെ ദൈവിക നന്മ സ്വർഗം വെളിപ്പെടുത്താൻ പോയാണ്. ഹല്ലേലൂയ. അമ്മ രാമ പറയുന്നവര് ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശിഷ്യന്മാർ പോകുമ്പോ ആമേ പറഞ്ഞേ യേശുവിലായിരുന്നു. അങ്ങനെ നോക്കിക്കോണേ, കാറ്റ് പടകിൽ അടിക്കാൻ തുടങ്ങി. തിരമാല അവർ പടകിന് മീതെ ഉയരാൻ തുടങ്ങി. നോക്കിക്കേ, അവരുടെ കഴിവനുസരിച്ച, അവരുടെ ആരോഗ്യമനുസരിച്ച അവർ നീന്തിക്കടക്കാൻ വളരെ തുഴഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു. നടന്നില്ല. അങ്ങനെ മുന്നോട്ട് വിടാതെ ഹല്ലേലൂയ. നോക്കിക്കേ, തിരമാലകൾ കാറ്റും ഹല്ലേലൂയ അഭിഷിക്തന്മാർക്ക് നേരെ പൊങ്ങി നിൽക്കുമ്പോ നോക്കിക്കേ, അതേ തിരമാലകളെ ഒരുവർ നടന്നു വരികയാണ്. ശിഷ്യന്മാർക്ക് നേരെ ഉയർന്നു നിൽക്കുന്ന തിരമാലകളെ ചവിട്ടിക്കൊണ്ട് ഒരുവർ കടലിലൂടെ നടന്നു വരിക. ഇന്നത്തെ ആത്മാവിന്റെ ദൂതന്മാർ നിനക്ക് നേരെ പ്രതിസന്ധി ഉയരുന്നത്, നിനക്ക് നേരെ നിങ്ങൾ ഉയരുന്നത്, നിനക്ക് നേരെ ഹല്ലേലൂയ നിന്ന വാക്കുകൾ ഉയരുന്നത്. ഇന്നത്തെ ഒരുവർ ചവിട്ടിക്കൊണ്ട് അവന്റെ അടുക്കൽ വളരുക. അങ്ങനെ കാറ്റിന് ശാപമാണ്, കടലിനെ ശാപമാക്കി യേശു കടലിൽ കൂടി നടന്നു വരിക. നോക്കിക്കേ, അന്നേരം പത്രോസ് പറഞ്ഞ കർത്താവേ, നീ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? അയ്യോ പറഞ്ഞ എന്ത് ചെയ്യണം? റെഡിയാണോ? അത് റെഡിയാണോ? യേശുവിന്റെ കൂടെ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കൂടി നടക്കാൻ റെഡിയാണോ? ചില പ്രതികൂലത്തിനകത്തൂടെ നടക്കാൻ റെഡിയാണോ? ഹലോ, ചിലതിന് നോക്കാതെ ചിലതിന് വളവറ്റാതെ ഇന്ന് പലരും താഴേക്ക് എഴുതിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. യേശുവിന് പറയാൻ ഒന്നുണ്ട്, പത്രോസേ നീ ധൈര്യം ഇറങ്ങിക്കോ. കാരണം ഇച്ചിരി മുമ്പ് വരെ നിന്റെ തലയ്ക്ക് മേലെ നിന്ന തിരമാല ഇപ്പോൾ അതിന്റെ കാറ്റോടില്ല. ഹലോ പത്രോസ്, ഇത്ര നേരം നിനക്കും നിങ്ങളുടെ പടകിനെ വിഴുങ്ങി കൈവോ തക്കവണ്ണം ഹല്ലേലൂയ ഉയർന്നു നിന്ന തിരമാലയില്ലേ, അതിപ്പോ നിന്റെ മീതെയല്ല, അതിപ്പോ എന്റെ കാറ്റില്ല. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, നീ മുന്നിൽ പോകത്തില്ല. ഹലോ, ഇറങ്ങിയിട്ട് പിന്നെ നോട്ടം മാറരുത്. ഹലോ, എന്താ സംഭവിച്ചത്? പത്രോസ് ഇറങ്ങി നടന്നു അല്ലേ? പത്രോസ് നടന്നു, കുറച്ചു നേരം നടന്നു. മുമ്പോട്ട് നടന്നപ്പോ പത്രോസിന് നോട്ടം എന്ത് ചെയ്തു? അയ്യോ മാറിപ്പോയി. ഹല്ലേലൂയ. മുങ്ങാൻ തുടങ്ങി. ആമേൻ പറ. നിന്റെ നോട്ട കർത്താവായി, നിന്റെ നോട്ട ക്രിസ്തുവായിരുന്നു. നിന്നെ അഭിഷേകം ചെയ്തവന്റെ മുഖത്തേക്ക് ഇനി നോക്കറിയും. നമ്മുടെ പണ്ടത്തെ ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പറഞ്ഞില്ലേ, അക്കരെ നിൽക്കുമ്പോ ഇക്കരെ വരുമ്പോ ഹല്ലേലൂയ. വ്യക്തമായിട്ട് വചനം ഹല്ലേലൂയ വിളിച്ചോടത്തൊരു ദൂതുണ്ട്, ഇരു തോണിയും എന്താവും? ആമേൻ. നാടുകളെ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ദൈവസഭയോടും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവം നമ്മോട് പറയാം, നിന്റെ നോട്ടം ക്രിസ്തുവായില്ല. വിളിച്ചവന്റെ മുഖത്തേക്ക് നോക്കണം. അവന്റെ മുഖത്ത് നോട്ടം മാറുമ്പോഴേക്ക് മുങ്ങാൻ തുടങ്ങണേ. അവന്റെ മുഖത്തു നിന്ന് നോട്ടം മാറിപ്പോകുമ്പോഴേക്ക് താഴാൻ തുടങ്ങുന്നേ. പക്ഷെ ഇന്ന് ആത്മാവിൽ പറയാ, നീ അവന്റെ മുഖത്താണ് നീ നോക്കുന്നുണ്ടെങ്കിൽ നിന്റെ യാത്ര അതിന്റെ പകുതി വെച്ച് നിൽക്കത്തില്ല, അവസാനം വരെ പോയി നിൽക്കാൻ കഴിയാണ്. നിന്നെ എവിടെ കൊണ്ട് എത്തിക്കാമെന്ന് കർത്താവ് പറഞ്ഞോ, അതേ സ്ഥാനത്ത് അതേ മേഖലകൾക്കകത്തോ ദൈവം എത്തിക്കേണ്ടതില്ല. മകളെ, ഈ അടുത്തിരിക്കുന്ന നമുക്ക് കട കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ? അവർ മുഖത്ത് നോക്കിയിട്ട് പറ, നിന്റെ പേര് ഒരു അഭിഷേകമുണ്ട്. മുഖത്ത് നോക്കിയിട്ട് പറ. ആരും ചിന്തിക്കരുത്, ഇവരാരും പറയുന്നില്ല.
സത്യത്തിൽ ഇവർ പറയുന്നുണ്ട്, മാസ്ക് ഇരിക്കുന്നുണ്ട്, കാണുന്നില്ല. മുഖത്തോക്കി പറ, നിന്റെ മേലൊരു അധികാരം കിടപ്പുണ്ട്. സകലത്തെ ജയിക്കുന്ന, ഹലോ, സകലത്തെ ജയിക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ കിടപ്പുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് പറ, നിനക്കൊരു വിരുന്നുണ്ട്. നോക്കി പറയേ, ദൈവം നിനക്ക് വേണ്ടി ഒരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അഭിഷേകം തലമേലുള്ളവന്റെ മേൽ ഞാൻ പറയാം, ഒരു വിരുന്നുണ്ട്. ഓ, സ്തോത്രം ചെയ്തേ, ഒരു വിരുന്ന് നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടവനാ, ഉള്ളതെല്ലാം വിറ്റ് കഴിച്ച് അതിലെ കൂട്ടുകാരുടെ കൂട്ടുകൂടി അതിൽ ആനന്ദിച്ച് സകലം തീർന്നു. അവൻ പറയുക, ഇനി അല്ല, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകും, പഴയതുപോലെ അല്ല. പിന്നെ എങ്ങനെയാ? ഹല്ലേലൂയ. അപ്പൻ്റെ ഹല്ലേലൂയ ദാസന്മാരുടെ കൂട്ടത്ത് ഇനി എൻ്റെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂട്ടാൻ കൊള്ളത്തുള്ളൂ. അവൻ പറഞ്ഞു ഹല്ലേലൂയ. അവൻ പറയും, എൻ്റെ അപ്പൻ എന്നെ, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോട് അപ്പൻ ചെയ്ത വാക്ക് നോക്കിക്കൊണ്ട്, അപ്പൻ ചെയ്ത വാക്ക് ആദ്യക്കാരനെ വിളിച്ചിട്ട് പറയുക, തടിച്ചു കൊടുത്ത് ഒരു ആട്ടും കുറ്റം നീന്തിയണം, അറുക്കണം. എല്ലാവരും വിളിച്ചു കൂട്ടിട്ട് പറ, എന്റെ മകൻ മടങ്ങി വന്നു എന്ന് ഇതൊരു ഉത്സവമാക്കി മാറ്റണം. നന്നായി കർത്താവിനെ സ്തോത്രം ചെയ്ത് മകൻ പറയുക, ഇനി നല്ലൊരു ആഹാരം എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുക്കൽ നിന്ന് മേടിച്ച് കഴിക്കാൻ പറ്റത്തില്ല. നല്ലൊരു ഫുഡ് എനിക്കിനി തിന്നാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ദാസന്മാർ കൂട്ടത്തെ എനിക്കിനി കിടക്കാൻ പറ്റത്തുള്ളൂ. നോക്കിക്കേ, ഹല്ലേലൂയ. ഇത് മകന്റെ ചിന്തയായിരുന്നു. പക്ഷെ അപ്പന്റെ പ്ലാൻ അതല്ല. അഭിഷേകമുള്ള എൻ്റെ മകൻ മടങ്ങി വരുമ്പോ ഞാൻ അവനൊരു വിരുന്നൊരുക്കോ, ഇന്നത്തെ ആത്മാവിനെ ദൂരിതന്മാരാ നടക്കൊരു വിരുന്നുണ്ട്. ഇന്നത്തെ സ്വർഗമാണ് ഒരുക്കുകയാണ്. എന്റെ ചിന്ത പറയാം, രണ്ട് വിരുന്നു. എത്ര എന്റെ കൂടെ ഉണ്ട്? ഒന്നാമത്തെ വിരുന്ന് ഈ ഭൂമിയിലെ വിരുന്ന്. അമ്മേ പറ, നീ ക്രിസ്തുവിന് വേണ്ടി എത്രത്തോളം നിന്ദിക്കപ്പെട്ടോ? ഈ ദേശത്ത് നീ എത്രത്തോളം ക്രിസ്തുവിന് വേണ്ടി അപമാനിക്കപ്പെട്ടോ? നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ നിന്നെ പരിഹസിച്ചോടുന്നു. ദൈവം നിനക്ക് അവരെ കാണുന്ന ഒരു വിരുന്നൊരുക്കും. ആമേ പറഞ്ഞേ, ആമേ പറഞ്ഞേ. അത് എന്റെ ഒരു ചിന്ത ഞാൻ പറയുന്നത്. രണ്ടാമത്തെ വിരുന്ന്, ഓ, അത് ഏറ്റവും വലിയ വിരുന്ന. ഹല്ലേലൂയ. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട വാതിൽ തുറന്ന ഞാൻ അവനോടുകൂടെയും അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കാം. ഇന്നൊരു വിരുന്ന, അവനുമായിട്ടൊരു വിരുന്ന, ഇന്നൊരു സ്വർഗമായിട്ടൊരു വിരുന്ന. അവൻ നിനക്ക് വേണ്ടി ഒരുക്കാൻ പറയാണ്. ഇതിൽ ഏറ്റവും പതിക്കുന്ന വിരുന്ന്, രണ്ട് വിരുന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഏറ്റവും ഇഷ്ടമുള്ള വിരുന്ന് ഏതാ? ആർക്ക് വേണം രണ്ടാമത്തെ വിരുന്ന്? അതാ ഏറ്റവും വലിയ വിരുന്ന. ഹലോ, അത് ഏറ്റവും വലിയ വിരുന്ന്. ഒരു മാസം പ്രസംഗിങ്ങനെ കേട്ടിട്ടുണ്ട്. എടാ, നീ ക്രിസ്തുവിന് വേണ്ടി നിന്ദിക്കപ്പെടുന്നതനുസരിച്ച്, നീ ക്രിസ്തുവിന് വേണ്ടി അപമാനിക്കപ്പെടുന്നതനുസരിച്ച് നിന്റെ ദൈവം നിനക്ക് ഒരുക്കിയിരിക്കുന്ന വിരുന്ന് മേശയുടെ വലിപ്പം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഹലോ, ഒരു പാസ്റ്റർ പ്രസംഗിച്ചതാ, ഓരോ ദിവസം നീ ക്രിസ്തുവിന് വേണ്ടി നിന്ദിക്കപ്പെടുമ്പോഴോ, ക്രിസ്തുവിന് വേണ്ടി നീ കഷ്ടപ്പെടുമ്പോഴോ, ക്രിസ്തുവിന് വേണ്ടി നീ അപമാനിക്കപ്പെടുമ്പോഴോ നിന്റെ മേശയുടെ വലിപ്പം കുറയല്ല, മേശയുടെ വലിപ്പം വർദ്ധിക്കാൻ പറയാം. ഹല്ലേലൂയ. നിന്റെ തലമേലൊരു അഭിഷേകം ഉണ്ടോ? രണ്ടൊരു വിരുന്നുണ്ട്. ആമേ പറഞ്ഞേ. നമ്മൾ ഈ ദാവീദിന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാലേ അതിനകത്ത് നല്ലൊരു ഫുഡ് കഴിച്ചിട്ട് കാണുമെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ നോക്കിയേ, ശമൂവേൽ വന്നപ്പോ അവിടെ ഒരു വിരുന്ന് ഒരുക്കിയില്ലേ? ശമൂവേൽ പറയാ, നിന്റെ മകനെ ഞാൻ കണ്ടിട്ടല്ലാതെ, ഞാൻ അവനെ അഭിഷേകം ചെയ്തിട്ടല്ലാതെ ഞാൻ എന്ത് ചെയ്തില്ല, പന്തികരിക്കത്തില്ല. ആമേ പറയാം. ഒരു പ്രവാചകൻ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ
പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു കരയും കുട്ടിയൊന്നല്ല, ഭയങ്കര വിരുന്നായിരിക്കും. ആമേ പറഞ്ഞു. നമ്മളുള്ള പാസ്റ്റർമാർ ചില വീട്ടിൽ പോയി കഴിഞ്ഞാൽ അറിയാം. ഹല്ലേലൂയ. എത്രമാത്രം കറികൾ അവരെ കൊണ്ട് ഒരുക്കാൻ പറ്റുമോ അത്രമാത്രം കറികൾ അവർ ചെയ്യും. ഒരിക്കൽ ഞാൻ ഈ കൊട്ടാരക്കര ഒരു മീറ്റിംഗിൽ പോയി. ഹല്ലേലൂയ. ഞാൻ നോക്കിയപ്പോൾ ചിക്കൻ കഴിക്കണോ ബീഫ് കഴിക്കണോ, ബീഫ് കറി കഴിക്കണോ ചിക്കൻ ഫ്രൈ കഴിക്കണോ. ഹല്ലേലൂയ. എൻ്റെ കൂടെ വന്ന ആ ചേട്ടനെ കൺഫ്യൂഷൻ, ഇത് ഏത് കഴിക്കണമെന്നാ. ഹല്ലേലൂയ. അവൻ അത്രമാത്രം എന്ത് ചെയ്യുന്നു, ഒരു ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷൻ എന്നുള്ള നിലയിൽ അവരെന്ത് ചെയ്യുന്നു, വിരുന്നൊരുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ശമൂവേലിന് വേണ്ടി ഒരിക്കൽ വിരുന്ന് ചെറുതൊന്നല്ലായിരുന്നു, വലുതായിരുന്നു. ആമേൻ പറ. അങ്ങനെ പറയുന്നേ, ഞാൻ അവരെ കണ്ട് അഭിഷേകം ചെയ്തിട്ടല്ലേ ഞാൻ ഈ പന്തി എന്ത് ചെയ്തിട്ടില്ല. നന്നായി കർത്താവിന് സ്തോത്രം ചെയ്തേ. വല്ലപ്പോഴും ഒരിക്കൽ വീട്ടിൽ വന്നു പോകുന്ന ദാവീദ് അതിൽ അപ്പം ചോദിച്ചേട്ടാ എന്തെങ്കിലും കഴിച്ചതില്ല, അപ്പം പറഞ്ഞ കാട്ടിൽ നിന്ന് എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ കഴിച്ചതാണ്. അല്ലെങ്കിൽ അഥവാ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും ആഹാരം കഴിച്ച് അവൻ തിരിച്ച് അതേപോലെ കാട്ടിലേക്ക് പോകും. ഓ സ്തോത്രം ചെയ്തേ, സ്തോത്രം ചെയ്തേ. അല്ലെങ്കിൽ നോക്കിക്കേ, ഒരു ദിവസം പോലും നേരെ വീട്ടിൽ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. കാരണം ആടുകൾ ഇവിടെ വനാന്തരത്തിനകത്ത് കിടക്കുന്നത്, ഇടയനില്ലാതെ. അല്ലെങ്കിൽ ആടുകൾ കിടന്ന ആടുകൾ മാറിപ്പോകും, അല്ലെങ്കിൽ അടുത്ത വന്യ ജീവി മൃഗങ്ങൾ എന്ത് ചെയ്യും, അതിനെ കൊന്നുകളയും. അതുകൊണ്ട് ഇടയൻ എപ്പോഴും ആടുകളെ കൂടെ ഇരിക്കും. അല്ല, അതുകൊണ്ട് നേരെ ചോദിച്ച വീട്ടിൽ ഉറങ്ങിയ കാലം ദാവീദ് മറന്ന കാലം. നന്നായിട്ട് ആഹാരം കഴിച്ച ദിവസം ദാവീദിന്റെ മുമ്പിൽ ഉണ്ടായിട്ടില്ലായിരിക്കാം. പക്ഷെ നോക്കിക്കേടെ, ഹല്ലേലൂയ, ശമൂവേൽ പറയുക, ഞാൻ അവനെ കണ്ട് അഭിഷേകം ചെയ്തിട്ടല്ലാതെ ഞാൻ അവനെ കൂടെ എന്ത് ചെയ്യത്തില്ല, നീ ഒരുക്കിയിരിക്കുന്ന പന്തി ഇരിക്കത്തില്ല. ഇന്ന് മകൾ ആത്മാവിൽ പറയാ, ദാവീദേ, നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ നിന്റെ അപ്പം നോക്കി നിൽക്ക്, നിനക്കൊരു വിരുന്നുണ്ട്. എന്റെ ചിന്ത ഞാൻ പറയാ, ദൈവം ഇരിക്കുന്ന ഒരു വെളിപ്പാട് ഞാൻ പറയാം. ഹല്ലേലൂയ. ബൈബിളിൽ കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. എടാ ശമൂവേൽ ഇരുന്ന അതേ പന്തി. ഓ ആമേൻ പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശമൂവേൽ ഇരിക്കുന്നതിന് മുമ്പേ ശമൂവേലിനെ ദാവീദിനെ കൊണ്ടുവന്ന ശമൂവേൽ ഇരുത്തിക്കാൻ. ആമേൻ പറഞ്ഞു. നന്നായി കർത്താവിന് സ്തോത്രം ചെയ്തേ. കാരണം എന്താ, ശമൂവേൽ പ്രവാചകനല്ലേ, ശരിയാ. പക്ഷെ ശമൂവേൽ പറഞ്ഞ പ്രവാചകനാ, അവൻ രാജാവാണ്. ഹലോ, ഞാൻ പ്രവാചകനാ, പക്ഷെ ഇവൻ രാജാവാണ്. അതുകൊണ്ട് ഞാൻ കഴിക്കുന്നതിനോ ഞാൻ ഇരിക്കുന്നതിനോ എന്റെ രാജാവ്. കർത്താവിന് സ്തോത്രം ചെയ്തേ. ശമൂവേൽ ഇരിക്കുന്നതിന് ശമൂവേലിനെ ദാവീദിനെ കൊണ്ടിരുത്തി. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാ, എടാ ദാവീദ് കഴിച്ച് എണീറ്റിട്ടായിരിക്കണം ശമൂവേൽ ഇരുന്നത്. രാജകീയ എന്റെ അഭിഷേകം, രാജകീയ അഭിഷേകം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് അഭിഷേകം, രാജകീയ അഭിഷേകം രാജാവാ. ഓ ആമേൻ പറഞ്ഞേ. രാജാവിന് സകല അധികാരമുണ്ട്, അല്ലേ? ഉണ്ടോ? സകലത്തിനകത്ത് ഒരു അധികാരത്തെ തന്നോ, സകലത്തിന് മേൽ അധികാരത്തെ തന്നോ. നിന്നെ ഇവിടെ കൊണ്ടുവന്നത് മറക്കരുത്, നിന്റെ മേൽ അധികാരമുണ്ട്. ദൈവമക്കൾ, നിങ്ങളുടെ അധികാരമുണ്ട്. ആമേൻ പറയാൻ എത്രയാണ്? ഒന്നല്ല. ഞാൻ ചിന്തിക്കുന്ന ഇങ്ങനെയാ, ഞാൻ വിശ്വസിക്കുന്ന ഇങ്ങനെ, ഒരു മനുഷ്യന്റെ മേൽ അഭിഷേകമുണ്ടോ അവന് പാടാൻ പറ്റും, അവന് പ്രവചിക്കാൻ പറ്റും, അവന് പ്രസംഗിക്കാൻ പറ്റും, അവന് ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റും, അവന് മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റും. ഹലോ, അവന് പ്രവചിക്കാൻ പറ്റും. ആമേൻ പറ, ആമേൻ പറ. എല്ലാവരുടെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം ഒന്നാ. പലപ്പോഴും നമ്മളെ പറഞ്ഞിട്ടുള്ള എനിക്ക് പാടാനേ അറിയാൻ പറ്റുള്ളൂ, എനിക്ക് പാടാനുള്ള കൃപയെ ദൈവം ചെയ്തിട്ടുള്ള ഇല്ലേ, അവർക്ക് പ്രസംഗിക്കാനുള്ള കൃപയോ ഉണ്ട്, അവർക്ക് മരിച്ചവരെ എഴുന്നേൽപ്പിക്കാനുള്ള കൃപയോ ഉണ്ട്. ഹലോ, ഒരു മുടന്തനെ എഴുന്നേൽപ്പിക്കാനുള്ള കൃപയെ നടക്കുന്നുണ്ട്, ഒരു രക്ഷയെ കൊണ്ടുവരാനുള്ള കൃപ നടക്കുന്നുണ്ട്. ഇന്ന് പോലെ അഭിഷേകത്തിനകത്ത് സകലതോണ്ടെന്ന ഇന്ന് പല അധികാരത്തിന്റെ മേൽ കൈമാറുമ്പോൾ ഒന്നല്ല തന്നത്, സകലത്തിന്റെ മേലോ വാഴുക, സകലത്തിന്റെ മേലോ വാഴുക. ഒരു അധികാരത്തെ, ഒരു അഭിഷേകത്തെ ദൈവം നിങ്ങളുടെ മേൽ തന്നിട്ടുണ്ട്.
വിശ്വസിക്കുന്നവർ കരം ഉയർത്തി ആമേൻ പറഞ്ഞേ. അപ്പൊ വിരുന്നുണ്ട്. രണ്ട് നിന്റെ പാനപാത്രം ശൂന്യമായി കിടക്കോ? എന്താ പറഞ്ഞേ? തുളുമ്പി നിൽക്കുന്നതാണോ? പകുതിയായി നിൽക്കുന്നതാണോ? പിന്നെ എങ്ങനെയാ? കാവിഞ്ഞൊഴുകും. കവിഞ്ഞൊഴുകി കഴിഞ്ഞാൽ മതി. അടുത്തൊരു പാത്രം. ഹലോ, അതും കവിഞ്ഞൊഴുകി കഴിഞ്ഞിട്ട് അടുത്ത പാത്രം കൂടെ കൊണ്ടുപോയി എന്ന് വെച്ചാൽ നിന്റെ കുടുംബത്തിനകത്ത് ശൂന്യതയില്ല. ഹലോ, നിങ്ങളുടെ വീട്ടിനകത്ത് ശൂന്യതയില്ല. കാവിഞ്ഞൊഴുകാൻ പോവാ. ഹലോ, കാവിഞ്ഞൊഴുകാൻ പോവാ. വിശ്വസിക്കാൻ എത്ര ഹല്ലേലൂയ. ഏലിയാവ് വന്നിട്ട് പറയാ, വിധവയോട് വന്നിട്ട് എനിക്ക് ഇത്തിരി വെള്ളം വേണം. ആമേൻ പറഞ്ഞു. പുള്ളിക്കാരി വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് അടുക്കളയിൽ നിന്ന് വെള്ളം എടുക്കുമ്പോഴാണ് അടുത്ത് പറയുന്നത് ഒരു അടയും കൂടെ. അത് വലുതൊന്നും വേണ്ട, ചെറുതാണ്. ഓ ഹല്ലേലൂയ. അന്നേരം പുള്ളിക്കാരി വന്നിട്ട് പറയാ, ആകെപ്പാടെ ഒരു ചെറിയ അട ഉണ്ടാക്കാനുള്ള മാവേ ഉള്ളൂ. അത് ഞാനും എന്റെ മകനും അട ഉണ്ടാക്കി കഴിച്ചിട്ട് ചാവായിരിക്കുക. അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെ നിനക്ക് അട ഉണ്ടാക്കും? ആമേൻ പറഞ്ഞു. പക്ഷെ ഏരിയ പോലെ എനിക്ക് അട വേണം. നമ്മളെ ഭാഷ പറഞ്ഞു നമ്മൾ എന്തായാലും പുള്ളിക്കാരി ചിന്തിച്ചാണ്. ഹല്ലേലൂയ, പ്രവാചകനല്ലേ. ഹല്ലേലൂയ. അങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്തു? ഉള്ള മാവെടുത്ത് അവൾ അതിലൊരു അട ഉണ്ടാക്കി. ഹലോ, അട ഉണ്ടാക്കി പ്രവാചകനെ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചവൾ വല്ലതും ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് പാത്രം അതിൽ മൂടി തുറന്നിരിക്കുമ്പോ ആ പാത്രം നിറഞ്ഞിരിക്കുക. ഓ, ചുരുക്കം പറഞ്ഞ അഭിഷേകമുള്ളവൻ ഒരു വീട്ടിൽ കയറിയ, അഭിഷേകമുള്ളവൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിനകത്ത് പാനപാത്രം ശൂന്യമാകത്തില്ല, അത് നിറഞ്ഞുകൊണ്ടേയിരിക്കും. വിശ്വസിക്കാൻ നിങ്ങൾ റെഡിയാണോ? വിശ്വസിക്കാൻ നിങ്ങൾ റെഡിയാണോ? വിശ്വസിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ മേൽ അഭിഷേകമുണ്ടോ? നിന്റെ വീട്ടിനകത്ത് ശൂന്യത വരെ ദൈവം സമ്മതിക്കത്തില്ല. അത് നിറഞ്ഞ് കവിയാൻ വകയാണ്. അത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴിയാൻ വകയാണ്. ഈ 2020 ഈ 6-ാം മാസം 20-ാം തീയതി ദൂത് കൈമാറോ. നിങ്ങൾ 6 മാസം നിന്റെ ജീവിതത്തിൽ നിറവിന്റെ വർഷമാണ്, നിറവിന്റെ മാസമാണ്. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ചേർത്തടിച്ച് ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ട്. അവസാനത്തെ വാക്യം എന്താണ്? നന്മയും കരുണയും എന്റെ ആഷ്കാലമൊക്കെ എന്റെ മുന്നിൽ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം ഞാൻ വസിക്കും. ആമേൻ പറഞ്ഞേ. നന്മയും കരുണയും നീ അന്വേഷിച്ച് ഓടണ്ട. നന്മയും കരുണയും കിട്ടുമെന്ന് ഇവിടെ കിട്ടുമെന്ന് ഓടി നീ നടക്കണ്ട. നീ ആലയത്തിൽ വസിക്കുക. നീ ക്രിസ്തുവിൽ വസിക്കുക. അതിലെ കഴിഞ്ഞപ്പോ വലിയ കേട്ടതുപോലെ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിൽ വസിക്കാൻ പോകുകയാ. ഇന്ന് പറഞ്ഞ് ദൈവത്തിൽ വസിക്കുന്നവനാണെങ്കിൽ നന്മ നിന്നെ തേടി വരും. ഓ ആമേൻ പറ. നീ കർത്താവിൽ വസിക്കുന്നവനാണെങ്കിൽ കരുണ നിന്നെ തേടി വരും. നീ നന്മയും കരുണ തേടി ഓടണ്ട, അത് നിന്നെ പിന്തുടരാൻ പോകുക, നിന്നെ രക്ഷിക്കാൻ പോകുക. ഹല്ലേലൂയ. ഒരുക്കമാണെന്ന് പറഞ്ഞേ. ഉറപ്പുണ്ടോ? ഇന്ന് പകൽ നിങ്ങളുടെ പേരിൽ അധികാരം ഉണ്ടെന്ന്, നിങ്ങളുടെ പേരിൽ അഭിഷേകം ഉണ്ടെന്ന് ഉറപ്പുണ്ടോ? ഒരു നിമിഷം എല്ലാ കണ്ണുകൾ അടച്ച്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകൾ അടയ്ക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് പകൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇരിക്കുന്ന ആ ഇരിപ്പിടത്തിലൊരു നിമിഷം എഴുന്നേറ്റ് നിന്നാണ്. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആരും കരം താത്തരുത്. എല്ലാവരും കരം ഉയർത്തിപ്പിടിക്കണം. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. നമ്മുടെ ലോക രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം.
റെഡിയാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുന്തോറും ഈ കൊറോണ വൈറസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഇന്നലെ തന്നെ 127 പേർക്ക് ഉണ്ട്. ഓരോ ദിവസങ്ങൾ പകർന്നുകൊണ്ടിരിക്കുക. പക്ഷെ നിന്റെ മേൽ അധികാരമുണ്ട്. നിങ്ങളുടെ മേൽ അധികാരം. കൽപ്പിക്കാമോ? നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? നമ്മുടെ ദേശത്തെ വഹിച്ച്, നമ്മുടെ രാജ്യത്തെ വഹിച്ച്, നമ്മുടെ പട്ടണങ്ങളെ വഹിച്ച്, ഓ ഹല്ലേലൂയ, നമ്മളെ ഈ ഹല്ലേലൂയ പല രാജ്യങ്ങളിലും ഹല്ലേലൂയ നമുക്ക് ഒരു 10-12 രാജ്യങ്ങളുടെ വാർത്ത മാത്രമേ നമ്മുടെ മുമ്പിൽ വരുന്നുള്ളൂ, നമ്മൾ കേൾക്കുന്നു. പക്ഷെ പല രാജ്യങ്ങൾ വാർത്തകൾ നമ്മൾ കേൾക്കുന്നില്ല. പലയിടങ്ങളിൽ ഈ ഒരു പ്രതികൂലത്തിന് നടുവിലായിരിക്കുമ്പോൾ ഇന്ന് പല ദൈവസഭയെ ഉറങ്ങരുത്. വചനം ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പേ. നിങ്ങളെ കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ച്, ദൈവം നിങ്ങൾക്ക് തന്ന അധികാരത്തോടെ യേശുവേ, ഞങ്ങൾ ഇന്ത്യക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കൊച്ചു കേരളത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ലോകരാജ്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ വൈറസ് ഈ രാജ്യങ്ങൾ വിട്ട് മാറിപ്പോകട്ടപ്പാ, പട്ടണങ്ങളെ വിട്ട് മാറിപ്പോകട്ടെ കർത്താവ്. ഇത് മനുഷ്യർക്ക് അസാധ്യ, ദൈവത്തിന് സകലത് സാധ്യ. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് അസാധ്യമാണ്, പക്ഷെ ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ സ്തുതിക്കുന്ന ദൈവത്തിന് സാധ്യമാണ്. ഇതേ രോഗത്താൽ ഭാരപ്പെടുന്ന അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ, അനേക ജനങ്ങളുണ്ട്, അനേകരുണ്ട്. അവരുടെ മേല ക്രിസ്തുവിന്റെ സാന്നിധ്യം വെളിപ്പെടേണ്ട, അവരുടെ മേല യേശുവിന്റെ സാന്നിധ്യം വെളിപ്പെടേണ്ട, അവരുടെ മേൽ സൗഖ്യം നടക്കണമേ. എല്ലാവരുടെ മേൽ വിടുന്ന നടക്കട്ടെ. ഇന്ന് ദൈവം പറയുന്നു, ഹോസ്പിറ്റലായി കിടക്കുന്ന ചിലതിനെ ദൈവം തൊടാൻ പോവാം. എന്നോട് മനുഷ്യനോട് പ്രവചിക്കാൻ പറയുന്നത് കേട്ടോ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചില പരിശുദ്ധമ്മ പറഞ്ഞ അടുത്ത 24 മണിക്കൂറിനകത്ത് അവർ വീടുകളില്ല. എന്നോട് ദൈവം പ്രവചിക്കാൻ പറഞ്ഞ അടുത്ത 24 മണിക്കൂറിനകത്ത് ആ രോഗി സൗഖ്യമായി അവർ വീടുകളിലെത്താൻ പോവുക. വൈറസ് ഇവരുടെ പരിശുദ്ധമ്മ ഇങ്ങനെ പറയാൻ പറഞ്ഞിങ്ങനെയാ, ഇതിനകത്ത് ചില രോഗങ്ങൾ ചിലത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ഒരുപക്ഷെ ഡോക്ടർ പറഞ്ഞത് ഇന്നതായിരിക്കാം, ഇന്ന വിഷയമായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ ആത്മാവിൽ പറയാം, ആ റിസൾട്ട് നമുക്ക് അനുകൂലമായി മാറാൻ പോവാ. നീ പേടിക്കുന്നതല്ല ആ റിസൾട്ടിനകത്ത് വരുന്നത്, ഡോക്ടർ പറഞ്ഞതല്ല റിസൾട്ടിനകത്ത് വരുന്നത്, നീ ചിന്തിച്ചതല്ല റിസൾട്ടിനകത്ത് വരുന്നത്. നിനക്ക് അനുകൂലമായി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് അധികാരം